ഞാൻ വിരമിച്ചു കഴിഞ്ഞപ്പോൾ പല രൂപതകളിൽ നിന്നും അഹമഹമികയ എനിക്ക് ക്ഷണം ലഭിക്കുകയാണ്. പക്ഷേ ക്ഷണങ്ങളൊന്നും ഞാൻ നിരസിക്കുന്നില്ല. കാരണം ഇനി സ്വതന്ത്രമായിട്ട് ശുശ്രൂഷകൾ ചെയ്ത് കർത്താവ് നൽകുന്ന ആന്തരികമായ ആനന്ദം അനുഭവിച്ച് മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് സഭയുടെ മുന്നോട്ടുള്ള തീർത്ഥയാത്രയിൽ അംഗമാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലെ അസ്വസ്ഥതകൾ മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ കളവുകൾ പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് വളരുന്ന പിള്ളേർ പിന്നീട് പ്രായമാവുമ്പോൾ വലിയ കള്ളങ്ങൾ പറയും. ചെറിയ കളവുകൾ ചെയ്ത് ശീലിക്കുന്നവർ പിന്നീട് വലിയ മോഷ്ടാക്കളായെന്നും അല്ലെങ്കിൽ അവർക്ക് പരിവർത്തനമുണ്ടാകും. ഇതുപോലെയുള്ള ഒരു വ്യതിചലനത്തിൻ്റെ ആവർത്തിച്ചുള്ള അഭ്യാസം കൊണ്ട് കിട്ടിയ ഒരു തെറ്റായ സമീപനമാണ് ഇപ്പോൾ നമുക്ക് ഒരതിരൂപതയിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളുടെ കാരണം. ഇതൊക്കെ ഏറ്റവും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ഞാനാണ്. ഇനി ഞാൻ മാറി നിന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വരികിൽ അതാണ് നല്ലതെന്ന് കരുതി ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, സ്വയം പിന്മാറാനായിട്ടുള്ള സന്നദ്ധതാപിക്കുന്ന പിതാവിനെ അറിയിച്ചു. ഇതാണ് രഹസ്യം. ഈ രഹസ്യത്തിൽ വലിയ മറ്റൊരു വസ്തുതയില്ല. അപ്പോൾ അങ്ങനെ മാറുന്ന മട്ട് കാണുന്നില്ല. പക്ഷേ എന്ന് വരികിൽ മാറും. ഇത് തീർച്ചയായിട്ടും മാറും. ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം, സഭയുടെ കൂട്ടായ്മയുടേതായിട്ടുള്ള നിലനിൽപ്പ് ഇത് നമ്മുടെ മാത്രം ആഗ്രഹമൊന്നുമല്ല. ഇത് പ്രഥമത ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവമാണ് മനുഷ്യന് രക്ഷ നൽകുകയും ആ രക്ഷയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് സഭയെ നിർദ്ദേശിക്കുകയും ആ സഭയിൽ മാർപ്പാപ്പമാരെയും മെത്രാന്മാരെയും വൈദികരെയും ഒക്കെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വരികിൽ സഭ തീരുമാനിച്ചത് നടപ്പിലാകും. കാലത്തിൻ്റെ പൂർണ്ണതയിൽ അത് നടക്കും. എപ്പോൾ എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കാം. തീർച്ചയായിട്ടും സഭ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അത് പൂർത്തിയാകാതുള്ള ഒരു ഭാവി ഈ സഭയ്ക്കില്ല. അത് പൂർത്തിയായേ പറ്റൂ എന്നുള്ളത് സഭയുടെ നിർബന്ധമാണ്, പരിശുദ്ധ പിതാക്കന്മാരുടെ നിർബന്ധമാണ്, മാർപ്പാപ്പായുടെയും നിർബന്ധമാണ്. അതുകൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ, ഇപ്പോഴത്തെ മെത്രാൻ സിനഡിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ, ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തായെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എളിയവനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.